എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു പ്രഭാഷണമാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഭയപ്പെടുത്തുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ദോഷമായിട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് വേണം പറയാം. എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ പ്രേതത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ? പ്രേതമെന്ന് പറയുമ്പോൾ നെഗറ്റീവാണല്ലോ, ഉണ്ടോ? അത് എങ്ങനെ തിരിച്ചറിയാം? അങ്ങനെയുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഇതാണ് ചോദ്യം. പലർക്കും ഇപ്പോൾ ഒരു സംശയമായി, അല്ലേ, എൻ്റെ വീട്ടിലുണ്ടോ, എങ്ങനെയാണ് നമുക്കത് അറിയേണ്ടത്? നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് തന്നെ അതിന് പരിഹാരം കാണാനുള്ള ഒരു മാർഗമാണ്. ഇതിനു വേണ്ടി മറ്റൊരാളെ സമീപിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഒന്നാമത്തെ കാര്യം, നമ്മൾ രാത്രി അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്ത്, പകലാവട്ടെ രാത്രിയാവട്ടെ, ഒറ്റക്കാണുള്ളത്. ഈ ഒറ്റയ്ക്കുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിലാവാം, ചിലപ്പോൾ എഴുതുന്ന സമയമാവാം, ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, മറ്റേതെങ്കിലും സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നതായിട്ട് തോന്നുന്നു. ശബ്ദം കേൾക്കുന്നുണ്ട്, കൃത്യമായിട്ട് കേട്ടു. അതല്ല, ജനാലയുടെ അവിടെ ആരോ ഇങ്ങനെ തട്ടിയതായിട്ട് കേൾക്കുന്നു. നമ്മൾ കൃത്യമായി കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓടിപ്പോയിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആരുമില്ല. അത് ഒറ്റ തവണയെ കേൾക്കില്ല, കൂടെ കൂടെ മുട്ടുന്നില്ല. ഒരു തവണയെ കേട്ടിട്ടുള്ളൂ. കൂടെയാണെങ്കിൽ ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ഒരു തവണ ശക്തമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ജനാലിനെയും വാതിലിനും ഒക്കെ മുട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കേണ്ടതില്ല. ആൾക്കാരാണെങ്കിൽ 2 തവണ മുട്ടും. അപ്പോൾ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇതേപോലെ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി ഒന്ന് കിടന്നുന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഇതല്ലെങ്കിൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന ആണെന്നിരിക്കട്ടെ, പുസ്തകം വായിക്കുകയാണെന്നിരിക്കട്ടെ, ടി വി കാണുന്നതാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ പെട്ടെന്ന് ആരോ നടന്നു വരുന്നതായിട്ട് തോന്നുന്നു. നമ്മുടെ അപ്പുറത്തെ മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ ഏതോ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഹാളിൽ നിന്നോ, നമ്മൾ അടുക്കളയിൽ നിന്നാണെങ്കിൽ ഹാളിൽ നിന്നോ മറ്റേതിൽ നിന്നോ, അല്ലെങ്കിൽ വീടിൻ്റെ താഴത്തെ നിലയിൽ നിന്നാണെങ്കിൽ മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നതായിട്ട് തോന്നുന്നിരിക്കട്ടെ. കാൽപെരുമാറ്റം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോയി നോക്കുമ്പോൾ ആരുമില്ല. പക്ഷേ ശബ്ദം കൃത്യമായി കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്. ആ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. തീർന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് മറ്റൊന്ന്. രാത്രി നമ്മൾ നല്ലോണം ഒരു ഉറക്കത്തിലെത്തുന്നു. ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ആരോ മാന്തിയതായിട്ട് ഒരു കല കാണുമെന്നിരിക്കട്ടെ. പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ഇതിൻ്റെ സൂചനയാണ്, നെഗറ്റീവ് എനർജിയുടെ സൂചന. നമ്മളെ വീട്ടിൽ ആരുമില്ല, പക്ഷെ നമ്മൾ ആരോ മാന്തിയതായിട്ട് നമുക്ക് അടയാളം കാണുന്നു. ഇതേപോലെ തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മാന്തുന്ന പോലത്തെ ഒരു ശബ്ദം, നിലത്ത് മാന്തുന്ന പോലത്തെ, അല്ലെങ്കിൽ ഏതിൻ്റെയും പുറത്ത് ഇങ്ങനെ മാന്തുന്ന പോലെ ഒരു ശബ്ദം കേട്ടുന്നിരിക്കട്ടെ. അതും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർന്നിട്ടില്ല. ഇനിയും ഉണ്ട് കേട്ടോ പല നിമിത്തങ്ങൾ. നമ്മൾ ഈ ഇപ്പുറത്തെ മുറിയിലുള്ളത് അപ്പുറത്തെ മുറിയിൽ നിന്നും എന്തോ ഇങ്ങനെ നീങ്ങി നിരങ്ങുന്ന ശബ്ദം. എന്നൊക്കെ മേശ നീങ്ങുന്നത് പോലെ, കസേര നിരങ്ങുന്നത് പോലെ, കട്ടിൽ നിരങ്ങുന്നത് പോലെ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നീങ്ങി നിരങ്ങുന്നത് പോലെയുള്ള ശബ്ദം കേട്ടാൽ, ഒരു കാരണവുമില്ലാതെ വെറുതെ അവിടെ വെച്ചിരിക്കുന്ന പാത്രം ടാങ്ങായിട്ട് വീഴുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണവുമില്ല. നമ്മൾ പാത്രങ്ങളൊക്കെ കൃത്യമായി വെച്ച, പക്ഷേ പോയി നോക്കൊണ്ട് ഒരു പാത്രം ഉണ്ട്, കിടകിടകിടകിടകിടകിട തിരിച്ചിട്ട് ബ്ലം അവിടെ വീണ്ടുണ്ടാവും. ആരാണെന്നറിയില്ല. ഇങ്ങനെയുള്ള പലതും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പേടിക്കൊന്നും വേണ്ട, പരിഹാരമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയമാണ് എന്നിരിക്കട്ടെ. വീട്ടിൽ ഒറ്റയ്ക്കുള്ള സമയത്താണെങ്കിൽ
തൊട്ടടുത്ത മുറിയിൽ നിന്ന്, അല്ലെങ്കിൽ വെളിയിൽ നിന്ന്, വീടിൻ്റെ തൊട്ടടുത്ത നമ്മളെ വീടിൻ്റെ മുറ്റം ഭാഗത്തിൽ എവിടെയെങ്കിലും നിന്ന്, തൊടിയിൽ നിന്നോ മറ്റോ ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുക, രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് കുശുകുശുക്കുന്നതായിട്ട് ശബ്ദം. അവ്യക്തമാണ്, കുശുകുശുക്കുന്നു, ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാം അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ രാത്രി നമ്മൾ ഇരുന്ന് പുസ്തകം വായിക്കുന്ന സമയമാവാം, അല്ലെങ്കിൽ വെറുതെ ഇതുപോലെ ഇരിക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലും നമ്മുടെ പുറകിൽ വന്നിരിക്കുന്ന ഇങ്ങനെ ശ്വാസം കഴിക്കുന്ന പോലത്തൊരു ശബ്ദം, കിതക്കുന്ന ശബ്ദം, കിതപ്പുണ്ടാവുമല്ലോ, ആ കിതപ്പിൻ്റെ ശബ്ദം, ഓടി വന്നിട്ട് ഒരാൾ ഇതാകുന്ന പോലെ, നടന്നു വന്നിട്ട് ക്ഷീണം കഴിക്കുന്ന പോലെ ഒരു ശബ്ദം, ക്ഷീണം കഴിക്കുന്ന പോലത്തെ ശബ്ദം ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത്, അത് എവിടെയോ ആവാം, നിൽക്കുന്നിടത്ത് ഇതുപോലെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്, എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ വിവരിക്കുന്നത്. എല്ലാമല്ല, പലതും എനിക്കുണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ചിലപ്പോൾ നമ്മുടെ ഓഫീസിലായിരിക്കാം, നമ്മൾ ഒറ്റയ്ക്കുള്ള സമയമായിരിക്കാം ഓഫീസിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലാവാം, അല്ലെങ്കിൽ വിജനമായ സ്ഥലമാകാം. ഇതൊക്കെ അതിൽ പെടും. ഇത് നമ്മുടെ വീട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതിങ്ങനെയാണെന്ന്. അതുപോലെ നമ്മളൊരു റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റൂമിലിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടുത്തെ താപനിലയിൽ മാറ്റം വരുന്നു. അവിടെ അത്ര നല്ല ചൂടുള്ള അന്തരീക്ഷമാണ്. പെട്ടെന്ന് ഒരു തണുത്ത ഒരു കുളിർക്കാറ്റ് പോലെ ഒരു കുളിർമ അവിടെ ഉണ്ടാകുന്നിരിക്കട്ടെ, അതും ഇതിൻ്റെ സൂചന തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ലൈറ്റും ഫാനൊക്കെ ഇട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ഈ ലൈറ്റ് ഇങ്ങനെ കെടും ഓഫും ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. കെടും ഓഫല്ല, കെടാൻ വേണ്ടി പോകുന്നു വീണ്ടും കത്തുന്നു, കെടാൻ വേണ്ടി പോകുന്നു വീണ്ടും കത്തുന്നതായിട്ട് 2-3 തവണ മിന്നി മറയുന്നത് പോലെ തോന്നുന്നു. കറണ്ട് കൃത്യമായി പാസ് ചെയ്യുന്ന, പക്ഷേ ഒരു നിശ്ചിത സമയത്ത്. അതുപോലെ തന്നെ ഫാൻ കറങ്ങുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഫാൻ ഒരു സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നു, വീണ്ടും കറങ്ങുന്നു. ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതും ഇതിൻ്റെ ഒരു സൂചനയാകാം. 100% അങ്ങനെ ആകണമെന്നില്ല, എന്നാലും ഇതിൻ്റേതായിട്ടുള്ള ഒരു സൂചനയാകാം എന്നർത്ഥം. ഇനി ചില സമയത്ത്, കൂടുതൽ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, രാത്രി ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണർന്നു എന്നിരിക്കട്ടെ, എന്തോ കാരണത്തിൽ ഞെട്ടി ഉണർന്നു. ഈ അവസരങ്ങളിൽ ഉണ്ടാകുന്നൊരവസരം ഒരവസ്ഥ ഇതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു 10-25 വർഷം മുന്നേ, അവിടെ എമ്മോ റോഡിൽ നിന്നും ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തിലെ പട്ടാളം റോഡ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ആ റോഡൊക്കെ മാറി, പട്ടാളം റോഡ്. ആ പട്ടാളം റോഡിൽ ഒരു എലൈറ്റ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിൽ താമസിക്കുന്ന അവസരത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ആണ് ഞാനിവിടെ പറയുന്നത്. ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന സമയത്ത് രൂക്ഷമായിട്ടുള്ള ഗന്ധം. ഇത് ഞെട്ടി ഉണരുന്നില്ല, മറ്റു പല സമയത്തും ഇതുണ്ടാകാം. രൂക്ഷമായിട്ടുള്ള ഗന്ധം, ഒന്നുകിൽ പുകവലിയുടെ ശബ്ദമായിരിക്കും, മണമായിരിക്കും. എനിക്ക് പുകവലിയുടെ മണമാണ് ഉണ്ടായത്. പുകവലിയുടെ മണമുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ചന്ദനത്തിരിയുടെ മണമുണ്ടാവും, അല്ലെങ്കിൽ മുടി കത്തിയിട്ടുണ്ടാകുന്നൊരു മണം, രോമം കത്തുമ്പോൾ ഉണ്ടാകുന്നൊരു മണമുണ്ടല്ലോ, അതുണ്ടാവാം. അല്ല മാംസം ചുട്ടേരിക്കുന്ന മണമുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും രൂക്ഷമായിട്ടുള്ള ഗന്ധം അല്ലെങ്കിൽ ദുർഗന്ധം നമുക്ക് അനുഭവപ്പെടാം. ഇതും ആ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെയാണ് വീടിൻ്റെ ചില ഭാഗത്ത് ചില സമയത്ത് ഒരു ഇരുണ്ട് വന്നതുപോലെ നമുക്ക് തോന്നാം. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇടപഴകുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ മങ്ങിയതുപോലെ ഒരു കാഴ്ച. ഒരു ബെഡ്റൂമിലാവാം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന വഴിക്കാവാം. കൂടുതലും ബാത്റൂമിൽ പോകുന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ബെഡ്റൂമിൽ പോകുന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ഒരു മങ്ങിയതുപോലെ ഒരു അവസ്ഥ, ഇരുട്ടടിച്ചതുപോലെ. അതും ഇതിൻ്റെ സാന്നിധ്യം തന്നെ ആകാം. ആണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ആകാം. ഇതൊക്കെ നമ്മളെ അത്തരത്തിലുള്ള സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ചില അവസരങ്ങളിൽ നമ്മൾ കണ്ണാടി നോക്കുകയാണെന്നിരിക്കട്ടെ, കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ പുറകിലൂടെ ആരോ പോകുന്നതായിട്ട് കണ്ണാടിയിൽ കാണുന്നു. തിരിച്ചു നോക്കുമ്പോൾ ആരും കാണില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ആരോ ഇങ്ങനെ പുറകിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട്, അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അതും ഇതിൻ്റെ സൂചനയാകാം. ഇത് കൂടാതെ മൃഗങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം കാണുന്നു. നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടാവും, പട്ടി ഉണ്ടാവും, പൂച്ചയൊക്കെ ഉണ്ടാവില്ലേ.
അവർ ചില സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ദയനീയമായിട്ട് കരയുന്നു. ആദ്യം നല്ല ശബ്ദത്തിൽ ഒച്ചത്തിൽ കുരക്കുന്നുണ്ടാവാം. പട്ടിയാണെങ്കിൽ കുരക്കുന്ന സമയത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ ഇത് ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി കുരക്കുന്നു. നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ ഒന്നും കാണില്ല. അവിടെയൊക്കെ നോക്കിയിട്ട് എന്തെന്നില്ലാതെ കുരക്കുന്നുണ്ട്, പക്ഷെ അവിടെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. പക്ഷെ പട്ടി ഒരേ കുരയാണ്. ആ പട്ടി പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോലെ അല്ലെങ്കിൽ വേദനിച്ചിട്ടുന്നവരെ ഇങ്ങനെ ചിലപ്പോൾ പേടിച്ചിരുന്ന പോലെ ഇങ്ങനെ മോങ്ങുന്നുണ്ട് തിരികട്ടെ. അതും ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കാൻ നല്ല പേടിയാണെന്നാലും അങ്ങോട്ട് നോക്കിയിട്ട് മോങ്ങിക്കൊണ്ട് ദയനീയമായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിലും അതും അതിൻ്റെ സാന്നിധ്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഇരുണ്ട ഭാഗത്തേക്ക് നോക്കിയിട്ടും ചിലപ്പോൾ ഇത്തരത്തിൽ മോങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും, എന്തോ ഭയന്നിട്ടെന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഒരു സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീടിന് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷ നമ്മൾ ഉണ്ടാക്കുക. ആ വീട്ടിൽ നമുക്ക് പറ്റുമെങ്കിൽ പണത്തിനോട് ആർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഭഗവതി സേവയും സുദർശന ഹോമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതൊന്നും വേണമെന്നില്ല. നിത്യേന വീട്ടിൽ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുക. നമ്മൾ കേൾക്കാനല്ല, വീട്ടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കേൾക്കുന്ന ശബ്ദത്തിൽ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുക. അതിൻ്റെ ഗുണം എന്തറിയോ? ഭൂതപ്രേത പിശാചുക്കളെയും ആഭിചാരം കൂടോത്രം മാരണം തുടങ്ങിയവയും നമ്മുടെ വീട്ടിൽ നിന്ന് അകറ്റണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദേവി മാഹാത്മ്യം പാരായണം ചെയ്താൽ മതി. ഓരോ ദിവസം ഓരോ അധ്യായം വെച്ച് പാരായണം ചെയ്താലും മതി. ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കണമെന്നില്ല. അത് ഉയർന്ന ശബ്ദത്തിൽ പാരായണം ചെയ്യുക. വീട്ടിൽ അഘോര മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. എല്ലാ ദിവസവും സന്ധ്യാനാമജപ സമയത്ത് കുടുംബസമേതം ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുക. അതുപോലെ തന്നെ ശരീരത്തിൽ രക്ഷ ധരിക്കുക. ഇതൊക്കെ തന്നെ നന്നായിരിക്കും. പുണ്യഗ്രന്ഥങ്ങൾ നമ്മൾ നല്ല ഉയർന്ന ശബ്ദത്തിൽ വായിക്കുക. ഇതൊക്കെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാൻ ഉപകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഈ അനുഭവം നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.